അഹമ്മദാബാദിൽ നിന്ന് നേരിട്ട് കേരള ടീമിന്റെ മാനേജർ നാസർ മച്ചാൻ ചേരുന്നുണ്ട്. ശ്രീ നാസർ മച്ചാൻ, എങ്ങനെയാണ് ഈ സന്തോഷം നിങ്ങളൊക്കെ പങ്കിടുന്നത്? ഇതൊരു അതിശയം. കഴിഞ്ഞ മാച്ചിൽ തന്നെ നമുക്കറിയാമായിരുന്നു. പിന്നെ കഴിഞ്ഞ ലാസ്റ്റ് വിക്കറ്റിൽ 81 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് സൽമാൻ നിസാറും അതേപോലെ തന്നെ ബേസിൽ തമ്പി, ആ പാർട്ട്ണർഷിപ്പ് ഒരു റൺ എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ അഹമ്മദാബാദിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഒരു റണ്ണിനെങ്കിലും ലീഡ് എടുക്കുന്നത്. അത് ഇന്നലെ നമ്മൾ ടീം മീറ്റിങ്ങിലും ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു 2 റണ്ണിന്റെ ലീഡ് കിട്ടും. അതേപോലെ തന്നെ 2 റണ്ണിന്റെ ലീഡായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് അഹമ്മദാബാദിൽ നിന്നുള്ള താങ്കളുടെ ഒരു വീഡിയോ ബൈറ്റ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഈ ടീം മൊത്തത്തിൽ എന്ന് താങ്കളുടെ വാക്കുകൾ, അതുപോലെ തന്നെ സച്ചിൻ ബേബിയുടെ വാക്കുകളൊക്കെ കണ്ടിരുന്നു. അത് ഏതാണ്ട് അതേപടി സംഭവിക്കുന്ന രീതിയിൽ വന്ന് ടീമിന്റെ മൊത്തത്തിലൊരു മൂഡ് എന്താണ്? വിന്നിങ് മൂഡിലാണുള്ളത്. നമ്മളെ ടീമിന്റെ എൻവയറമെന്റ്, എസ്പെഷ്യലി നമ്മളെ പുതിയ കോച്ച് വന്നതിന് ശേഷം അമയ് ഖുറൈസിയെ ചാർജ് എടുത്തതിന് ശേഷം കംപ്ലീറ്റ് നമ്മൾ മൊത്തമായി ടീം ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ കാല മത്സരങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, നമ്മൾ 5 വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടാണ് ടൈലൻഡേഴ്സ് ആണ് ഏറ്റവും അധികം മാച്ചുകളിൽ ബാറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നമ്മളെ തളച്ച വിദർഭയായിട്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ നമുക്ക് ഏറ്റുമുട്ടേണ്ടി വരിക ഇനി അടുത്ത ഘട്ടത്തിൽ. അപ്പോൾ ഒരു മൂഡ് അത് കൺസിസ്റ്റൻസ് ആയി നിർത്തുക, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും മഹാത്ഭുതം സംഭവിച്ചിരിക്കുന്നു. താങ്ക് യു. ഇപ്പോ ഹലോ കേൾക്കാം. മഹാത്ഭുതമല്ല, നമ്മൾ വിജയിക്കുമെന്ന്, ഒരു റണ്ണിന്റെ ലീഡ് എടുക്കുമെന്നുള്ള പ്രതീക്ഷ. ഇവിടെ നല്ല ക്രിക്കറ്റാണ് നമ്മൾ കളിച്ചത്. ഈ സീരീസിലെ ഏറ്റവും മികച്ച സ്കോറായ 457 നമ്മൾ സ്കോർ ചെയ്തത്. അപ്പൊ നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. 457 മേലെ മറികടന്ന് അവർ പോകില്ലാന്ന്. അതൊന്നും നമ്മളെ ആത്മവിശ്വാസം. തീർച്ചയായും നാസർ മച്ചാൻ, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ഇതൊരു അത്ഭുതം എന്നുള്ളതിനപ്പുറം ടീം നേടിയ വിജയം എന്നുള്ള രീതിയിൽ കാണണം. കാരണം ഇത്തരം ഒരു ഘട്ടത്തിൽ പോയി കൃത്യമായ ഒരു ഗെയിം പ്ലാൻ, അതായത് അധികം സമയം എടുത്താലും ഡോട്ട് ബോൾസ് കൂടുതൽ കളിച്ചാലും മികച്ച സ്കോർ നേടുക എന്നുള്ള ഒരു ഗെയിം പ്ലാൻ കേരളത്തിനുണ്ടായിരുന്നു. അത് കൃത്യമായി നടപ്പാക്കി. നാസർ മച്ചാൻ, പലപ്പോഴായും പല സമ്മർദ്ദങ്ങളും ഉണ്ടായേക്കാം. ആ സമ്മർദ്ദം ഒന്നുമില്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പ്രതികരണങ്ങൾ ഓരോ ടീം മെമ്പേഴ്സിന്റെയും കാണുമ്പോഴൊക്കെ തന്നെ നല്ല രീതിയിൽ നമുക്കും ഉള്ളിലേക്ക് ഒരു പ്രതീക്ഷ നല്ല രീതിയിൽ നൽകുന്നതായിരുന്നു. അപ്പോൾ അത് ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമ്പോൾ മറ്റ് സമ്മർദ്ദങ്ങൾ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞുവല്ലേ? ആ എക്സ്പീരിയൻസ് കൂടി പങ്കുവെച്ചാൽ. നമ്മുടെ ടീം എൻവയറമെന്റ് എന്താ, നമ്മുടെ ടീം ഇതിന്റെ രഞ്ജി ട്രോഫിയുടെ ഫസ്റ്റ് തന്നെ നമ്മൾ പഞ്ചാബിനെതിരെ ആദ്യ ഇന്നിങ്സിൽ ലീഡ് നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഔട്ട്റൈറ്റ് വിന്ന് പഞ്ചാബിനെതിരെ നേടുന്നത്. പിന്നെ അതിനുശേഷം കർണാടകയിൽ പോയിട്ട് നമ്മൾ 2ാമത്തെ കളി കളിച്ചപ്പോൾ അവിടെയും മഴ മൂലമാണ്, അല്ലെങ്കിൽ മഴ അവിടെ കളി നടന്നില്ലെങ്കിൽ കർണാടകക്കെതിരെയും നമ്മൾ ഫസ്റ്റ് ഇന്നിങ്സ് ലീഡ് നേടുമായിരുന്നു. പിന്നെ 3ാമത്തെ മത്സരം ബംഗാളിൽ പോയി കളിച്ചപ്പോൾ നമ്മൾ 64 നിന്ന് കംപ്ലീറ്റ് തകർന്നു നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ ടൈലൻഡേഴ്സ് ബാറ്റ് ചെയ്തിട്ട് 284 മികച്ച സ്കോർ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിച്ചു. അതൊക്കെ തന്നെ നമ്മുടെ ആത്മവിശ്വാസം. എല്ലാ മാച്ചുകളും അതിനുശേഷം ഉത്തർപ്രദേശിനെ ഔട്ട്റൈറ്റിൽ തകർത്തു. പിന്നെ എല്ലാ മത്സരങ്ങളും എല്ലാം നല്ലൊരു പോസിറ്റീവായിട്ടാണ് ഈ ടീമിന്റെ ഒരു ഘടന. വളരെയധികം നന്ദി ശ്രീ നാസർ മച്ചാൻ. ആഘോഷത്തിൽ അവിടെ എന്തായാലും ടീം വളരെ വലിയ ഒരു സന്തോഷത്തിലായിരിക്കും. ആ ആഘോഷത്തിൽ പങ്കുചേരാൻ